ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സാമ്പാളൂർ പള്ളിയിൽ തിരുനാളാണ്, ഊട്ടുസദ്യയാണ്. ഊട്ടുതിരുനാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഇടുന്നത്. ഊട്ടുതിരുനാളിൻ്റെ അന്നത്തെ നമ്മൾക്ക് നേരത്തെ എടുത്തു വെച്ചെങ്കിലും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തത് വൈകിപ്പോയി. എന്നാലും നമ്മൾ തിരുനാളിൻ്റെ എല്ലാ വീഡിയോകളും ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഇടുന്നുള്ളൂ കേട്ടോ. ഇപ്പം പറയുന്ന ദിവസം മുന്നേ ആയിരുന്നു. ഇപ്പം 2-3 ദിവസമായിട്ട് തിരുനാൾ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോകളും ഇട്ടപ്പോൾ വൈകിയതുകൊണ്ട് ഞാനൊന്ന് മുകളിലൂടെ വോയിസ് ഓവർ കൊടുക്കിയത്. കാരണം അന്നത്തെ വോയിസ് ഓവറിൽ നമ്മൾ ഇന്ന് തിരുനാൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കില്ല ഇത് കാണുന്നവർ ഇന്നാണ് തിരുനാളെന്ന്. അപ്പോൾ അതല്ല കേട്ടോ, നമ്മുടെ തിരുനാൾ നടന്ന ദിവസത്തെക്കുറിച്ചുള്ള വീഡിയോകളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. നമുക്ക് ലൈവ് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ഇന്നലെ ഇട്ട ലൈവ് പോയില്ല. അതുകൊണ്ട് ഞാനപ്പോൾ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. രാവിലെ നമുക്ക് കുർബാന ആരംഭിച്ചപ്പോൾ തുടങ്ങി ചെറിയതായിട്ട് വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ ചേർത്തെടുക്കാമെന്ന് ഓർത്തപ്പോൾ നല്ല നേരെയായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചപ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ റമോ വന്നിട്ടോ, റമോ അവിടെ നിന്ന് വണ്ടി നീക്കി വെച്ചതാണേ. അപ്പോൾ നമുക്ക് രാവിലെ 9 മണിക്ക് കുർബാന ആരംഭിച്ചിട്ടതേ. ഇത് രാവിലത്തെ സമയമാണ് കേട്ടോ. കുർബാന തുടങ്ങി. നമുക്ക് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവാണ്. അപ്പോൾ നമുക്ക് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വം, പിന്നെ നമ്മുടെ വികാരി അച്ഛൻ ജോൺസൺ പങ്കിയത്തച്ഛനും പിന്നെ കൊച്ചച്ഛൻ റക്സൻ പങ്കിയത്തച്ഛനാണ് കേട്ടോ. പിന്നെ നമുക്ക് വചന പ്രഘോഷം ഉണ്ടായിരുന്നു. അത് ഡയസ് ആൻ്റണി അച്ഛനായിരുന്നു കേട്ടോ. ഈ ചെടിയുടെ അപ്പുറത്തേക്കണം കേട്ടോ, കാണുന്നില്ല. നല്ല വചനപ്രസംഗമായിരുന്നു കേട്ടോ. ചടങ്ങുകളെല്ലാം മൊത്തത്തിൽ ഞാൻ എടുക്കണില്ല കേട്ടോ. പാട്ടുകളൊക്കെ ഉള്ളത് കോപ്പിറൈറ്റ് വന്നുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കുറേച്ച് എനിക്ക് എടുക്കാം. പിന്നെ കാഴ്ച സമർപ്പണമായിരുന്നു. കാഴ്ച സമർപ്പണം
സമീപമുള്ള കൗണ്ടറിൽ നിന്നും ലഭ്യമാണ്. മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിശുദ്ധന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും സൗരവാർ പുണ്യവാളന്റെ തിരുനാളിൽ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിശുദ്ധന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും സൗരവാർ പുണ്യവാളന്റെ തിരുനാളിൽ. കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിരക്ക് ആരംഭിച്ചിട്ടാണ്. നമ്മൾ നോവേനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവിടുത്തെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നത്. ചില പ്രദക്ഷിണത്തിന് മുമ്പേക്ക് പോയി ഫുഡ് കഴിക്കാൻ നേരത്തെ തുടങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളടുത്ത് വേഗം എത്തി. പിന്നെ വയ്യാത്തവരെയൊക്കെ വേഗം കയറ്റി വിടാൻ വേറൊരു ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെയുള്ള ക്യൂ ആണ്. കുറേ പേരുണ്ടായിരുന്നു വിളമ്പി കൊടുക്കാനൊക്കെ. അപ്പോൾ നമ്മളും ഭക്ഷണമൊക്കെ കഴിക്കാൻ കയറിയിട്ടാണ്. ഞാനിപ്പോൾ ഈ ക്യൂവിൽ തന്നെ നിൽക്കുന്നു.
നമ്മുടെ അതിൻ്റെ സംഘാടകരും കാര്യങ്ങളൊക്കെയാണ് നിൽക്കണവരൊക്കെ. അപ്പം ഞാൻ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ഇതേ ഭക്ഷണം കിട്ടിയിട്ടാണ് ആയുസുകൊണ്ട് നമ്മൾ തലേന്ന് സഹായിക്കാൻ പോയപ്പോൾ കുറച്ച് പായസം കുടിച്ചായിരുന്നു നേരത്തെ, പക്ഷെ അതിൽ വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇരുന്ന് കുടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ പായസം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പപ്പടം ഫാനിട്ടില്ല, എൻ്റെ അവിടെ കിടക്കണുണ്ട്, അതെൻ്റെ പപ്പടം ഉണ്ടാകും. എന്നിട്ട് വേറെ പപ്പടം ഓടിയത്, പിന്നെ കാറ്റത്ത് പറന്നു എൻ്റെ പപ്പടം ഞാൻ നടന്നു വന്നപ്പോഴേക്കും. റമു നേരത്തെ അപ്പോൾ ഒന്ന് ഇൻട്രോ എടുക്കാണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാനും റമു പിന്നെ വീട്ടിലോട്ട് പോയി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവേണ്ട, പള്ളി പരിസരം മൊത്തം വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഇതൊക്കെ കാറുകളൊക്കെ കിടക്കണമൊക്കെ. തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച്. അപ്പോൾ വിശുദ്ധൻ്റെ മണ്ണിലേക്ക് എല്ലാവരും വരിക, എത്രയും വേഗം എത്തി വിശുദ്ധനെ തൊട്ട് വണങ്ങാനും അതുപോലെ നേർച്ച സദ്യ കഴിക്കാനും ഒക്കെ സൗകര്യം കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാളൂരിൽ നിന്ന് കാടുവറ്റിക്ക് പോവേണ്ട. ഈ പാലം കടന്നാൽ കാടുവറ്റിയാണ്. ഇനിയിപ്പോൾ നമുക്ക് 8-ാം ഇടം ഉണ്ട്, 15-ാം ഇടം ഒക്കെ ഉണ്ട് കേട്ടോ. ഊട്ടുസദ്യയും കഴിഞ്ഞ് വീടെത്തിയിട്ട് പിന്നെ അതേ റമോ സൈക്കിളെടുത്ത് സർക്കസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് വൈകുന്നേരം ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി. വൈകുന്നേരം